രാജ്യത്ത് ഇനി ഏപ്രിൽ മാസം മുതൽ 20% വരെ എത്തനോൾ അടങ്ങിയ പെട്രോൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്നുള്ള ഉത്തരവാണ് വരുന്നത്. അതോടൊപ്പം തന്നെ എൻജിന്റെ കേടുപാട് കുറയ്ക്കാൻ മിനിമം റിസർച്ച് ഒക്ടോയിൻ നമ്പർ 95 എന്നുള്ള മാനദണ്ഡം പാലിച്ചതുമായ പെട്രോൾ മാത്രമേ പാടുള്ളൂവെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എണ്ണ കമ്പനികൾ 20% വരെ എത്തനോൾ അടങ്ങിയ പെട്രോൾ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. കരിമ്പ്, ചോളം, ധാന്യം എന്നിവയിൽ നിന്നാണ് എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിന് ശുദ്ധമായ പെട്രോളിനേക്കാൾ വായു മലിനീകരണം കുറവാണ് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാനും കഴിയും. ജ്വലനശേഷി കൂടുതലാണ്. എണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നതിനും മലിനീകരണം കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് പെട്രോളിൽ എത്തനോൾ കലർത്തുന്നത് സർക്കാർ നിർബന്ധമാക്കിയത്. കരിമ്പ്, ചോളം എന്നിവയുടെ ആവശ്യകത വർദ്ധിക്കുന്നതിനാൽ കർഷകർക്കും ഇത് ഏറെ ഗുണം ചെയ്യും. പഴയ വാഹനങ്ങൾക്ക് മൈലേജിൽ നേരിയ കുറവുണ്ടാകും. 3 മുതൽ 7% വരെ മൈലേജ് കുറയാൻ സാധ്യതയുണ്ട്. വാഹനങ്ങളുടെ എഞ്ചിനുള്ളിൽ ഇന്ധനം അനിയന്ത്രിതമായി കത്തുന്ന അവസ്ഥയെ പ്രതിരോധിക്കാനുള്ള ശേഷിയെയാണ് ഒക്ടോയിൻ നമ്പർ സൂക്ഷിക്കുന്നത്. അതിനാൽ തന്നെ ഉയർന്ന ഒക്ടോയിൻ നമ്പറുള്ള ഇന്ധനം എഞ്ചിന്റെ പ്രകടനം മെച്ചപ്പെടുത്തുകയും തേയ്മാനം കുറയ്ക്കുകയും കേടുപാടുകൾ തടയുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ മിനിമം റിസർച്ച് ഒക്ടോയിൻ നമ്പർ 95% എന്നുള്ളത് പാലിക്കണമെന്നുള്ള കാര്യവും നിർബന്ധമാണ്. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരം 1000 രൂപ ലഭിക്കുന്ന ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം. ഈ ഒരു തുക നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വരും മാസങ്ങളിൽ ഈ ഒരു തുക ലഭിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ഒരു തുക ലഭിക്കുന്നവർ കേരളത്തിന് പുറത്തേക്ക് താമസം മാറ്റിയാൽ നിങ്ങൾക്ക് ഈ ഒരു തുക നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതായത് നിബന്ധന പ്രകാരം കേരളത്തിൽ സ്ഥിര താമസക്കാരായിരിക്കണം എന്നുള്ളത് ഇതിൻ്റെ നിബന്ധനയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റേഷൻ കാർഡ് BPL വിഭാഗമായ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിലുള്ള ആളുകളായിരിക്കും അപേക്ഷ സമർപ്പിക്കുമ്പോൾ. പിന്നീട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് നീല, വെള്ള നിറത്തിലേക്ക് തരം മാറ്റപ്പെട്ടാലും നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു തുക ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. നിങ്ങളെ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു തുക നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ 1 മാസത്തിൽ കൂടുതൽ ഏതെങ്കിലും കേസുകളിൽ പെട്ട് റിമാൻഡ് ചെയ്യുകയോ ജയിലിൽ കഴിയുന്ന സാഹചര്യമോ ഉണ്ടായാലും നിങ്ങളുടെ ഈ ഒരു തുക ലഭിക്കുന്ന യോഗ്യത നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തേക്ക് പോവുകയോ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ അല്ലെങ്കിൽ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനത്തിലോ പദ്ധതിയിലോ സ്ഥിരമായോ താൽക്കാലികമായോ പിന്നീട് ജോലി നേടുകയോ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് യോഗ്യത നഷ്ടപ്പെടും. എന്നിരുന്നാലും സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിൽ അപേക്ഷകരെ അയോഗ്യരാക്കുകയില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം. നിലവിൽ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ ഈ ഒരു തുക പിന്നീട് നഷ്ടപ്പെടാതിരിക്കാൻ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തതായി സംസ്ഥാനത്ത് നീല, വെള്ള റേഷൻ കാർഡുള്ള ആളുകൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര NPS നീല, വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായിട്ടുള്ള PHH, പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ നൽകാവുന്നതാണ്. അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴി അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കും. മാനദണ്ഡങ്ങൾക്ക് വിധേയമായി അർഹത തെളിയിക്കുന്ന രേഖകൾ കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു BPL വിഭാഗം റേഷൻ കാർഡിലേക്ക് പരിഗണിക്കുകയുള്ളൂ. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.